ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴത്തോര് മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീനയും ഒത്തക്കുട്ടി ചായനയും കൂട്ടി സ്റ്റാൻലി പുള്ളിയൂരിൽ എസ്റ്റേറ്റിലോട്ടൊക്കെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും എല്ലാം അലീനയെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഉള്ളവരടുത്തൊക്കെ അലീന തൻ്റെ മകളാണെന്ന് പറഞ്ഞ് അലീനയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടന്നതാണ്. ഞാനാണ് ഇവിടെല്ലാം റബ്ബറും ഏലവും ഒക്കെ വെച്ച് പിടിപ്പിച്ചതെന്ന് പറയും. അത് ജോലിക്കാരല്ലേ ചെയ്തതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ അതിന് വേണ്ട പ്ലാനൊക്കെ തയ്യാറാക്കിയെന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റാണ് അലീന മറുപടി പറയുന്നത്. അത് സ്റ്റാൻലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അവിടുന്ന് നല്ലൊരു മാസവരുമാനം കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പം അതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നു, ചിലവുകൾ ഒരുപാടുണ്ട്. എസ്റ്റേറ്റൊക്കെ ഇതുപോലെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയൊക്കെ നമ്മളിവിടെ ചിലവാക്കണം. നമ്മൾ നല്ലോണം പണം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചതിൽ നിന്നൊരു ലാഭം പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അലീനയ്ക്ക് സ്റ്റാൻലിയോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുശേഷം അലീന പിണക്കം മാറ്റാൻ വേണ്ടി മനസ്സിലാവുന്നുണ്ട് താൻ പറഞ്ഞ പല കാര്യങ്ങളും പപ്പയ്ക്ക് ഇല്ലെന്നുള്ളത്. അങ്ങനെ സ്റ്റാൻലി വണ്ടിയിലോട്ട് കയറുമ്പോൾ സ്റ്റാൻലിയുടെ കയ്യിൽ ഇങ്ങനെ അലീനെ പിടിക്കുകയാണ്. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷവും ഓഫീസൊക്കെ ഇഷ്ടപ്പെട്ടോ അലീന എന്ന് ചോദിക്കും. നല്ല ഓഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. എസ്റ്റേറ്റോ കൊള്ളാം, നന്നായിരുന്നു, കാഴ്ചകളൊക്കെ കൊള്ളാവോ? കൊള്ളാം പപ്പ എന്ന് പറയും. അതിനുശേഷം പറയും, പിന്നെ നീ ഒരു ഓർഫനേജിലാണ് വളർന്നതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർഫനേജിലെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നീ എവിടെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അലീന പറയും, പപ്പ ഞാൻ 22 വർഷം ഓർഫനേജിലാണ് കഴിഞ്ഞത്. എനിക്ക് അവിടുത്തെ ഒരു കാര്യങ്ങളും മറക്കാൻ കഴിയത്തില്ല. ഞാൻ കഴിച്ച ആഹാരവും വസ്ത്രവും ഒക്കെ മറ്റുള്ളവരുടെ ദാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പങ്ക് ഞാൻ പല അനാഥാലയങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു അനാഥയായിട്ടല്ലേ പപ്പ വളർന്നു വന്നതെന്നൊക്കെ പറയുമ്പോൾ അലീന എന്ന് പറയുമ്പോഴത്തേക്ക് അലീന എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സ്റ്റാൻലി ഷൗട്ട് ചെയ്യുകയാണ്, സ്റ്റോപ്പ് എന്ന് പറയും. അതല്ലെങ്കിൽ പെട്ടെന്നൊരു ഷോക്കാവുകയാണ്. സ്റ്റാൻലിയുടെ ശബ്ദം മാറുമ്പം അതിലേക്കും, നീ ഇതിന് മുമ്പ് അവിടെ ജീവിച്ച കാര്യങ്ങളൊന്നും എപ്പോഴും പറയണ്ട. ഞാൻ പലതവണ നിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ജീവിക്കാൻ പോകുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണെന്ന്. ആ ഒരു രീതി വേണം നീ ഇവിടെ പെരുമാറാനെന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അലീനയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അലീന പറയും, പപ്പയ്ക്ക് ഞാൻ പെരുമാറുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നിടത്ത് തന്നെ എന്നെ തിരിച്ചുകൊണ്ടാക്കിക്കോ. ഞാൻ അനാഥയായിട്ടല്ലേ ഇത്രയും നാളും വളർന്നത്, ഇനി അങ്ങനെ തന്നെ വളർന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റാൻലിക്ക് അങ്ങ് ഫീൽ ചെയ്യും. അങ്ങനെ അതിനുശേഷം സ്റ്റാൻലി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം എന്താണ് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വൈജയന്തി ഒരു പുതിയ സർവൻറ്റിനെ ഏർപ്പാട് ചെയ്യുന്നത്. ആ സമയത്ത് കൃഷ്ണജിയും ബബിതയൊക്കെ വിളിച്ചിട്ട് പറയും, നിങ്ങളിങ്ങോട്ട് വന്നേ, ഇതാണ് ഇവിടുത്തെ പുതിയ സർവൻറ്റ്. നിങ്ങൾക്കിനി എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവളോട് പറഞ്ഞാൽ മതി, ഇവൾ ചെയ്തു തരുമെന്ന് പറയും. ചേച്ചിയാണ് ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് നിൽക്കാൻ വന്നത്. അതേ കുഞ്ഞ്, ചേച്ചിയുടെ ഈ മിഷൻ ഗണ്ണും ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. മിഷൻ ഗണ്ണോ? അതെന്തിനാ? അതറിയത്തില്ലേ, ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചില ആയുധങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയും. ഉടനെ കൃഷ്ണജയ ഇങ്ങനെ നമ്മുടെ വൈജയന്തി നോക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയും, ബാലേന്ദ്ര, ഇതാണ് ഇവിടുത്തെ പുതിയ സർവൻറ്റ്. ഇന്നു മുതൽ ഇവളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അലീന ചെയ്തതിനെക്കാട്ടും നല്ലോണം അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ഇതാണ് ഇവിടുത്തെ സാറ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ ഒരു പുച്ഛഭാവമാണ്. ബാലേന്ദ്രൻ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം എങ്കിൽ നീ പോയി നിന്റെ ജോലി ചെയ്തോളാൻ പറയും. ആ സമയത്ത് ബബിതടുത്തും കൃഷ്ണടുത്തും പറയും, ഇനി തൊട്ട് എല്ലാം അലീന ചേച്ചി ചെയ്ത കാര്യങ്ങളൊന്നും എപ്പോഴും ഇവിടെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവൾ ചെയ്തു തരും. ഇനി എപ്പോഴും അലീന പുരാണം ആരും പാരായണം ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ കളിയാക്കി പറയും. അമ്മയ്ക്കൊരു പുതിയ ജോലിക്കാരി ഏർപ്പാടാക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ അലീന ചേച്ചി ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ഒരു പക്ഷേ എല്ലാം മറക്കാൻ കഴിയുമായിരിക്കും. അലീന ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് മറക്കാൻ കഴിയത്തില്ലെന്നൊക്കെ ബബിത വൈജയന്തിയോട് പറയുന്നുണ്ട്. വൈജയന്തിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം സ്റ്റാൻലി അലീന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അതക്കുടിച്ചാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താടാ ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കും. എങ്ങനെ ഉറങ്ങാനാ, മനുഷ്യൻ്റെ ഒരു മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയെന്ന് പറയും. നിനക്കെന്താ ഇപ്പം മനസ്സമാധാനക്കേട്? ഞാൻ എന്ത് പറഞ്ഞാലും എന്തിനാ അപ്പച്ച അവൾ എനിക്ക് ഓപ്പോസിറ്റ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അലീനയുടെ കാര്യം ഉദ്ദേശിച്ചത്. ചിന്നമ്മ എന്തു പറഞ്ഞു? ഞാൻ അവളോട് പല കാര്യങ്ങളും പറയുമ്പോൾ അവൾ അതിനെല്ലാം എനിക്ക് ഓപ്പോസിറ്റായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എനിക്കതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അവളുടെ പല പെരുമാറ്റവും എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ അവൾ എന്നോട് സംസാരിക്കുന്നത്.
ഞാൻ അവളോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൾ മുമ്പ് അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞ കാര്യമൊക്കെ പറയും. അവളൊരു ഓഫണായിരുന്നു 22 വർഷക്കാലം. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എനിക്കിങ്ങനെ ഒരു മകളുണ്ടെന്നുള്ള കാര്യം. ആരും എന്നെ അറിയിച്ചിട്ടുമില്ല. പക്ഷേ അതിനുശേഷം എനിക്കിങ്ങനൊരു മകളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ സംരക്ഷിക്കാൻ തയ്യാറായതില്ലയോ. അവളിനി ജീവിക്കേണ്ടത് സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ്. പിന്നെയും അവളെന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനാഥയായി കഴിഞ്ഞ കാര്യം പറയും. അപ്പോഴത്തേക്ക് പറയും അതേക്കുറിച്ച് ഞാനൊന്നും മിണ്ടാതിരിക്കും. അപ്പോഴത്തേക്ക് സ്റ്റാൻലി പറയും, ഇതിനെല്ലാം കാരണം ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ കഴിയേണ്ട കുഞ്ഞാണ് അവൾ. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അന്ന് ഞങ്ങളുടെ ബന്ധം നടത്തി തന്നിരുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെയും വൈജയന്തിയുടെയും മകളായിട്ട് അവൾ ഇവിടെ രാജകുമാരിയെ പോലെ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതേക്കുറിച്ച് ഞാനിങ്ങനെ നോക്കുകയാണ്. നീ എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ലാലിച്ച. അതെ, ഞാൻ അപ്പച്ചനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. അന്ന് നിങ്ങളുടെ കല്യാണം നടത്താൻ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ആ വിവാഹം നടത്താൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും എതിർപ്പല്ലായിരുന്നു. അതുകൊണ്ടല്ല, ഞാൻ മാത്രമല്ല, അവർ സമ്മതിച്ചെങ്കിൽ ഞാനും സമ്മതിച്ചേനെ. അതൊന്നും അപ്പച്ചൻ പറയണ്ട. അപ്പച്ചനായിരുന്നു നല്ല എതിർപ്പ് എന്ന് പറയും. ലാലിച്ച, എന്തായാലും അത് കഴിഞ്ഞു പോയി. ഇനി നീ അവളോട് സ്നേഹമായിട്ട് പെരുമാറിയാൽ മതി. അതിന് അവൾക്ക് എൻ്റെ സ്നേഹം ആവശ്യമില്ലല്ലോ. അവൾക്ക് എപ്പോഴും ബാലേന്ദ്രൻ്റെ സ്നേഹമല്ലേ ആവശ്യം. ലാലിച്ച, നീ അത് പറയരുത്. അച്ഛൻ എന്ന ഒരാളെ കണ്ടു തുടങ്ങിയതും അച്ഛൻ്റെ സ്നേഹം അവൾക്ക് ആവോളം കൊടുത്തതും എല്ലാം ആ ബാലേന്ദ്രനാണ്. അയാളെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അച്ഛൻ എന്ന് അവൾ ജീവിതത്തിൽ കാണുന്നത് പോലും അയാൾ കൊടുത്ത സ്നേഹവും സംരക്ഷണവുമാണ് അവളെ ഇന്നിവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ കൊടുത്തതുപോലുള്ള സ്നേഹവും സംരക്ഷണവും നീ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകും. നീ അവളുടെ സ്വന്തം പപ്പയാണ്. അതുകൊണ്ട് അവൾക്കൊരിക്കലും നിന്നോട് ഒരു അപ്രിയം തോന്നത്തില്ല. പിന്നെ അവൾ എന്തെങ്കിലും ഇഷ്ടമില്ലാതെ എന്തെങ്കിലും അവൾ പറയുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയാണെന്ന് നീ മനസ്സിലാക്കണം. അവളുടെ ഇഷ്ടക്കേട് നീ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ നീ അവളെ കുറ്റപ്പെടുത്തിയല്ല ചെയ്യേണ്ടത്. നീ എന്തെങ്കിലും ദേഷിച്ച് പറയുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ബാലേന്ദ്രൻ അവളോട് അതേ രീതിയിലായിരിക്കും പെരുമാറിയത്. നീ പെട്ടെന്ന് എടുത്തടിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവൾക്ക് വിഷമമായിരിക്കും. അതിന് അവൾ ഇവിടുന്ന് പോകണമെന്നൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് പറയും. ചിന്നമ്മ അങ്ങനെ പറഞ്ഞു. അവളെ തിരിച്ച് അവൾ നിന്നിടത്ത് തന്നെ കൊണ്ടാക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനല്ലല്ലോ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും. അത് അപ്പോഴത്തെ സങ്കടം കൊണ്ടെങ്ങാണ് അവൾ പറഞ്ഞതായിരിക്കും. നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിനക്ക് അവളൊരു തലവേദനയാവത്തില്ല. നീ നല്ല രീതിയിൽ സ്നേഹമായിട്ട് അവളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവൾക്ക് നിന്നോടുള്ള ഒരു ഭയം അങ്ങ് മാറിക്കിട്ടും. ഇപ്പോഴും അവൾക്ക് നിന്നോട് ആ ഒരു അടുപ്പം വന്നിട്ടില്ല. കുറച്ച് ദിവസമല്ലേ അവളിവിടെ വന്നിട്ട്. അവളോട് നീ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്ക് അവൾക്ക് നിന്നോടൊരു അടുപ്പം ഫീൽ ചെയ്യത്തുള്ളൂ ലാലിച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അവതക്കുട്ടിച്ചാൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ അലിയോട് കുറച്ച് നല്ല രീതിയിൽ സ്നേഹമായിട്ടൊക്കെ പെരുമാറണമെന്നും സംസാരിക്കണമെന്നൊക്കെ സ്റ്റാൻലിയെ അവതക്കുട്ടിച്ചാൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.